Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare 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 Rama, Hare Rama, Rama Rama, 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, 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 Hare Rama, Hare Rama, Rama Rama, 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna,
Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare 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 Rama, Hare Rama, Rama Rama, 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, 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 Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Rama, Hare Rama. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna,
Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Krishna, Hare Krishna. Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare. Harihi Om Tatsat. Harihi Om. Jai Guru. Jai Guru. Madhya Hridayakashe Sadanandamayo Guru Udetu Sadatam Samyak Swatmananda Prabodhaka. Hari 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 Om Tatsat. Jai Guru. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു തപോനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ഒരു 3 തവണ ഓങ്കാരം ജപിക്കാം. എന്നൊക്കെ ഉള്ളിലൊക്കെ പോയത് നിങ്ങൾക്ക് അറിയാലോ. പോരാത്ത ശബ്ദമൊക്കെ നിങ്ങൾ നികത്തിക്കോളും. ഹരി ഹരി ഹരി. നമ്മളെ ഈ കൂട്ടായിട്ടുള്ള ജപം ഭൂതലം മുഴുവനും വ്യാപിച്ച് അതിൻ്റെ അനുഗ്രഹവർഷം സർവ്വ ജീവജാലങ്ങളിലും ചൊരിയണം എന്നൊരു സങ്കല്പം ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാവണം. ഓരോരുത്തരുടെ മനസ്സിലും നിങ്ങളെല്ലാവരും കൈ കോർത്ത് ഇങ്ങനെ വച്ച് കണ്ണടച്ച് നല്ല പോലെ എൻ്റെ കൂടെ ജപിക്കുക. ഇതാ ഓ വളരെ നന്നായില്ലോ. കുറെ കൂടി നന്നാവട്ടെ. ഓ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് അത്ഭുതമാവാം. നിങ്ങളെയൊക്കെ പെറ്റു വളർത്തിയ അച്ഛനമ്മമാരുണ്ടല്ലോ, അവർക്ക് നിങ്ങളെ നോക്കിയാൽ ഉണ്ടാവുന്നതിലധികം സന്തോഷം എനിക്കുണ്ട്. അച്ഛനമ്മമാർക്ക് എപ്പോഴും മക്കളെ പറ്റി കുറേ കംപ്ലൈൻ്റ് ഉണ്ടാവും. എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല. കണ്ടാൽ വളരെയധികം സന്തോഷമാണ്. ഈ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. നമ്മളിന്നിവിടെ കൂടിയിട്ടുള്ളത് ഈ രഥയാത്ര, ഒരു ദിവസത്തെ യാത്ര നാരായണാശ്രമ തപോവനം പാണ്ഡവഗിരിയിൽ അവിടെ നിന്നുണ്ട്. ഇവിടുന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത് ശ്രീമദ് ഭാഗവതമാണ്. ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് വലിയൊരു വിശേഷമാണ്. അതിന് ഒരു വലിയ ശാസ്ത്രമാണത്. പാരമഹംസ്യ സംഹിത എന്നൊക്കെയാണ് അതിന് പറയുക. പരമഹംസൻ എഴുതിയുണ്ടാക്കിയിട്ടുള്ളതാണ്. പരമഹംസൻ, ഡബിൾ പരമഹംസനാണ് ശുഖമഹർഷി. അദ്ദേഹമാണ് പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത്. ഞാൻ ഈ ശ്രീമദ് ഭാഗവതത്തെ ചിത്രീകരിക്കുന്നത് മരണത്തെ കീഴടക്കിയ മഹാസ്ത്രം എന്നാണ്. പരീക്ഷിത് മഹാരാജാവ് 7-ാം ദിവസം സർപ്പം വന്ന് കടിച്ച് മരിക്കാൻ പോവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏതാണ്ട് ഒരു 6.5 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ആ 6.5 ദിവസത്തിനുള്ളിൽ ഇതിൽ നിന്ന് മോചനം കിട്ടണം എന്ന് വിചാരിച്ച് അദ്ദേഹം പ്രായോപവേശം അനുഷ്ഠിച്ചു. ഈ പ്രായോപവേശം എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരെ ആഹാരവും കഴിക്കില്ല, വെള്ളവും കുടിക്കില്ല, ശ്വാസം മാത്രമേ കഴിക്കുള്ളൂ. ഇങ്ങനെ ഒരു വ്രതം പ്രായശ്ചിത്ത രൂപത്തിൽ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്.
ഒരു തത്വസമീക്ഷാ സത്രമായി തുടങ്ങി വെച്ചത് 22 കൊല്ലം മുൻപാണ്. 22 കൊല്ലം കഴിഞ്ഞു. 3ാമത്തെ കൊല്ലം എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പ്രതിവർഷം ഒരു സംരംഭമായി ഇവിടെ നടക്കാൻ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പുരുഷോത്തമ സ്വാമി പറഞ്ഞമായി. അങ്ങനെ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് വാർഷിക സംരംഭമായി നടക്കുന്നു. പിന്നെ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ പത്രപ്രതിനിധികളടക്കം വന്ന് എന്നോട് പറയുകയാണ്, സ്വാമിജി, ഈ സംഭവം ഈ നാട്ടിലും ചുറ്റിലുമുള്ളവരുടെ ജീവിതത്തിൽ ഒരു ചരിത്രമായി കഴിഞ്ഞു. അവർക്ക് ഈ തത്വസമീക്ഷാ സത്രമില്ലാതെ കഴിഞ്ഞുകൂടാൻ പറ്റില്ല. അങ്ങനെ ഒരു നിലയെ ഇതിൻ്റെയൊക്കെ തുടക്കം ഇവിടുന്ന് മാതാജി സുലഭാദേവി ശ്രീമദ് ഭാഗവതം പ്രതിദിനം വായിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പേരിൽ എനിക്കതിനൊരു താല്പര്യവും ഒരു ശ്രദ്ധയും ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ആ ഒരു വ്യക്തിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പിന്നെ ഒരാൾ എന്നെ ശ്രീമദ് ഭാഗവതത്തിൽ താല്പര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പുറപ്പെട്ടത് മുല്ലനേഴി മനയിലെ ചെറുപ്പത്തിലെ വിധവയായിട്ടുള്ള സാവിത്രി അന്തർജന. ഞാൻ ഊർഗത്തിൽ താമസിക്കുന്ന സമയത്ത് അവിടെ അവരെനിക്ക് വേണ്ടി ഒരു സപ്താഹം തന്നെ നടത്തി. അപ്പോൾ ഞാൻ സപ്താഹം കേൾക്കാൻ അവിടെ പോയിരിക്കും. അപ്പോൾ ഈ 2 പേരാണ് എന്നെ ഈ ശ്രീമദ് ഭാഗവതത്തിൽ താല്പര്യമുള്ള ആളാക്കി. ഞാൻ ശ്രീമദ് ഭാഗവതത്തിൽ മുഴുവൻ സംഗ്രഹിച്ച് എഴുതിയിട്ടുള്ള 16 പുസ്തകമുണ്ട്. ഇത്തവണ എല്ലാ കൊല്ലവും നമ്മളൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാറുണ്ടല്ലോ. ഇത്തവണ യുവ മനസ്സുകൾക്ക് എന്ന് പറഞ്ഞൊരു പുസ്തകം, അതിന് മിക്ക ഭാഗവും പഴയ കാലത്ത് ഞാൻ യുഗധ്വനി എന്ന് പറഞ്ഞ മാസികയിൽ എഴുതിയിട്ടുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറേ എഴുതി ചേർത്തു. വളരെ വിശേഷപ്പെട്ട ഒരു പുസ്തകമാണ്. ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും ഒരുപോലെ വായിക്കാൻ പറ്റുന്നത്. അതും തയ്യാറാക്കിയിട്ടുണ്ട്. അമ്മ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, മനോനിരീക്ഷണത്തിൻ്റെ മഹിമ എന്ന് പറഞ്ഞ്. ഉള്ളിലുള്ള മനസ്സിനെ പരിശോധിച്ച് നമുക്ക് നന്മ വരാനുള്ളൊരു ആ പുസ്തകം ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ നാളെ നടക്കില്ല, അച്ചടിച്ച് വന്നിട്ട് വേണം. അത് ആദ്യത്തത് പോലെയല്ല, കുറച്ച് വിഷമമുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നടന്നത് ജനങ്ങളുടെ താല്പര്യം. ഇനി എൻ്റെ മനസ്സിലുള്ളൊരു വിചാരം, അത് പറയാൻ തന്നെ പരിഭ്രമിക്കണം. ഈ കേരളത്തിൽ എത്രത്തോളം ഹിന്ദു ഗൃഹങ്ങളുണ്ടോ അവർക്ക് എല്ലാവർക്കും ഒരു ശ്രീമദ് ഭാഗവത പുസ്തകം കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു കൂടി, കേരളത്തിൽ 3 കോടി ജനങ്ങളുള്ളത്. അപ്പോൾ അതിൽ പകുതിയാണ് ഹിന്ദുക്കൾ, 1.5 കോടി. ആ 1.5 കോടിയിൽ 5 ആൾ വീതം ഒരു ഗൃഹത്തിൽ കണക്കാക്കുകയാണെങ്കിൽ എത്ര വീടുണ്ടാവും? 15 ലക്ഷം വീടുണ്ടാവും. 15 അല്ല 30. ആ 30 ലക്ഷത്തിൽ 15 ലക്ഷത്തിനെങ്കിലും വിതരണം ചെയ്യണമെങ്കിൽ 15 ലക്ഷം കോപ്പി വേണം. ഒരു പുസ്തകം അച്ചടിക്കണമെങ്കിൽ ഒരു 500 മുതൽ 750 രൂപ വീതം ഇന്നത്തെ റേറ്റിൽ വേണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് കണക്കാക്കിക്കോളൂ ഇത് സാധ്യമാണോ എന്ന്. പക്ഷേ ഭൂമാനന്ദ സ്വാമിജിയുടെ ഉള്ളിലുള്ള ഒരു വിചാരമാണ്. ഒരു പക്ഷേ അതിന് അധികം താമസിക്കാതെ അതിനൊരു പുസ്തകം എഴുതി കിട്ടണമല്ലോ. ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ശ്ലോകവും അർത്ഥവുമായിട്ട് നമ്മുടെ പുസ്തകമായിട്ട് എഴുതി തരണം, തന്നതിന് ശേഷം ഞങ്ങൾ പ്രിൻ്റ് ചെയ്യാമെന്ന്. അത് കഴിഞ്ഞ് കിട്ടിയാൽ ആദ്യമായിട്ട് ഒരു 5000 കോപ്പി പ്രിൻ്റ് ചെയ്ത് ഒരു വണ്ടി മേടിച്ച് ആ വണ്ടിയിൽ 1, 2, 3 ആൾ കയറി ഹിന്ദു ഗൃഹങ്ങളെ നോക്കി അവർക്ക് കൊടുക്കണം. വെറുതെ കൊടുത്താൽ ആരും വായിക്കില്ല. അപ്പോൾ ഒരു സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ സംഖ്യ നിശ്ചയിച്ച് കൊടുത്തു വരണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള വിചാരം. ഇതിപ്പോൾ ഞാൻ ആരോടാണ് പറയണത്? പരമകല്യാണ നിധിയായ ശ്രീഹരിയോടാണ് പറയണത്. ഞങ്ങളെ കൊണ്ടൊന്നും സാധിക്കാൻ പോകില്ല. പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യം എൻ്റെ മനസ്സിലുണ്ട്. എല്ലാ വീടുകളിലും ഓരോ പുസ്തകം ഉണ്ടാകും. അവർ കഷ്ടപ്പെടുമ്പോഴെങ്കിലും വായിക്കട്ടെ. ഒരാൾ മരിച്ചു പോയി, ഇപ്പോൾ രാജീവ് ഗാന്ധി മരിച്ചു, അപ്പം പെട്ടെന്ന് വന്നു എവിടെ, ന്യൂഡൽഹിയിൽ എവിടെ ഭഗവത്ഗീത. മരിച്ചു പോയപ്പോൾ എന്താ ഈ ഭഗവത്ഗീത വായിക്കുന്നത് പ്രധാനമന്ത്രി? അപ്പോൾ അപകടം വരുമ്പോഴെങ്കിലും എടുത്ത് നോക്കുമല്ലോ, നല്ല കാലത്ത് നോക്കില്ലെങ്കിലും. ഇങ്ങനൊരു അഭിപ്രായമുണ്ട്. സഭാനികേതനിൽ എല്ലാ മാസവും 2ാം ശനിയാഴ്ച വ്യാസപ്രസാദം എന്നുള്ള പേരിൽ നല്ല ഒരു സത്സംഗം നടത്തുന്നുണ്ട്. 150 ആൾ പേര് വന്നു എന്നാണ് പറയുന്നത്. പിന്നെ എനിക്കൊരു 100-150 ആളെ അവിടെ താമസിപ്പിച്ച് ശ്രീമദ് ഭാഗവതം ഒരു ശാസ്ത്ര രൂപത്തിൽ പഠിപ്പിച്ച് കുറച്ച് ആൾക്കാരെ പുറത്തേക്ക് അയക്കണം എന്നൊരു അഭിപ്രായം. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. കുട്ടികൾക്ക് ഓരോ റിട്രീറ്റ്, ഒരു ശിബിരം ഞങ്ങൾ 2 കൊല്ലം നടത്തി, വളരെ വിശേഷപ്പെട്ടത്. എങ്ങനെയൊക്കെ നടക്കുക. ഒരു കെട്ടിടം ഉള്ളപ്പോഴല്ലേ അതെന്ത് വേണമെന്ന് ആലോചിക്കുള്ളൂ. ചിലരൊക്കെ പറഞ്ഞു ഈ കെട്ടിടം വർഷത്തിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സ്വാമി പുറത്തുനിന്ന് ആദ്യം പന്തൽ വയ്ക്കാൻ പോലെ മിണ്ടരുതെന്ന് പറയാം.
നമ്മുടെ പാർലമെൻറ്റിൽ എത്ര ദിവസം അസംബ്ലി നടക്കുന്നുണ്ട്? ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കൊല്ലത്തിൽ എത്ര ദിവസമാണ് കഴിക്കണേ? ഭക്തന്മാർ വരുന്നു, അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, കേൾക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു സൗകര്യം ഉണ്ടാക്കണം തോന്നി ഉണ്ടാക്കി. അത് കൊല്ലത്തിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ അത് മതി. നിങ്ങളുടെ തലയിലല്ലല്ലോ അത് നിൽക്കണത്, മിണ്ടല്ലോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്നോട് നേരിട്ട് ആരും പറഞ്ഞില്ല. പിന്നെ ഒരു കെട്ടിടവും സൗകര്യങ്ങളും ഉണ്ടാകുമ്പോഴാണല്ലോ അവിടെ എന്താ നടത്തുക എന്നുള്ളത് ആലോചിക്കുക. ഇതുപോലെ നടത്താൻ ആരൊക്കെ തയ്യാറുണ്ടോ വരട്ടെ, കൂടിച്ചേരട്ടെ, നമുക്ക് നടത്താം. ഒരു കൊല്ലത്തിൽ 2 or 3 പരിപാടി ആയിക്കോട്ടെ, വിരോധമൊന്നുമില്ല. കെട്ടിടമുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. ഇതാണ്. അപ്പോൾ അതിൽ മുഖ്യമായിട്ടുള്ള കാര്യം ഈ ഗ്രന്ഥം എക്സ്പെൻസ് കൂടുതലാണ്. നാളെയാണല്ലോ ഈ തത്വസമീക്ഷാസത്രം തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സന്ദർഭത്തിൽ ഇവിടെ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദീപാരാധന കഴിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി രഥത്തിൽ കൊണ്ടുവച്ച് അത് പുറപ്പെട്ടവർക്ക് അതുപോലെ ഊര് ചുറ്റി പൊക്കോട്ടെ. ഗോവിന്ദനാമ സങ്കീർത്തനം നമഃ പാർവതീപതയേ. കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ന തത്ര സൂര്യോ Hare
Hare Krishna